ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള മാഞ്ഞാലി ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആദ്യം കാണുമ്പോൾ വിചാരിക്കും നെയ്ച്ചോറും ചിക്കൻ കറിയും കൂടി സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുകയായിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇത് ഒരു വ്യത്യസ്ത ടേസ്റ്റിലുള്ള ഒരു ബിരിയാണി തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് മാഞ്ഞാലി ബിരിയാണി അങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ബിരിയാണിക്ക് നമ്മൾ ചിക്കനും റൈസും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലോട്ട് തന്നെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയും, പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വേറെ ഒന്നും ചേർക്കണ്ട. ആദ്യം നമ്മൾ ചിക്കന് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മീഡിയം സൈസ് പീസാക്കി കട്ട് ചെയ്താൽ മതി കേട്ടോ, വലിയ പീസാക്കണ്ട. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അത് വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്ത് മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് ആ ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ചിക്കൻ നന്നായിട്ട് ഇതിൽ മാരിനേറ്റ് ചെയ്യണം. പിന്നെ മാരിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കുന്ന സമയം കൊണ്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഒരു 5-10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ നേരിട്ട് കുക്ക് ചെയ്യാണ് കേട്ടോ. കുറച്ച് നേരം എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്, പക്ഷെ ഞാനങ്ങനെ ചെയ്തിട്ടില്ല. ഇനി ഞാനിതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുവാണ്. നമുക്കിതിൻ്റെ സ്റ്റോക്ക് ഒന്ന് കിട്ടാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. 2 കാരണങ്ങളുണ്ട് ഇങ്ങനെ ചെയ്യാൻ. നമുക്കിതിൽ സ്റ്റോക്ക് വാട്ടർ കിട്ടാനുണ്ട്, അത് കൂടാണ്ട് ചിക്കൻ നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടാനൊക്കെ, ചിക്കൻ്റെ അകത്തൊക്കെ നല്ലോണം മസാല പിടിക്കാനൊക്കെ ഇങ്ങനെ ആദ്യം വേവിച്ചെടുക്കുന്നത് നല്ലതാണ്. അപ്പം ചിക്കൻ അവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ചോറ് ഉണ്ടാക്കാനൊരു പാത്രം ചൂടാക്കുക. ഇനി നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഒക്കെ വേണം. അപ്പം നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കൂടുതലായിട്ട് വേണ്ടത് ഗ്രാമ്പൂ, പിന്നെ ഏലക്ക, പട്ട, അതൊക്കെയാണ്. അപ്പം ഞാൻ കുറച്ച് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്, ഏലക്ക എടുത്തിട്ടുണ്ട്, ചെറിയൊരു പീസ് കറുവപ്പട്ടയും പിന്നെ അതുപോലെ ജാതിപത്രി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഇപ്പോൾ തിളയ്ക്കുന്നുണ്ട്. നന്നായിട്ട് കുക്കാവട്ടെ. നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കാണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ പാന് ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ. എന്നിട്ട് ഞാൻ ആദ്യം നമ്മൾക്ക് കുറച്ച് ഫ്രൈഡ് ഓണിയൻ വേണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് സവോള, ഒരു 1/2 കഷ്ണം സവോള നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിപ്പോൾ ഗാർണിഷിങ്ങിനായിട്ട് മാത്രമാണ്. അപ്പോൾ ആവശ്യമുള്ള മാത്രം ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളത്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതുപോലെ വറുത്തിട്ട് അത് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചെയ്തെടുക്കുക ഇത്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും ഓയിൽ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഇത് വറുത്തിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഉള്ളി ഫ്രൈ ചെയ്തതും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തതും റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ എണ്ണയിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ട് നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഹോൾ സ്പൈസസ് എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഒരു 2 സവോള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ചോറ് റെഡിയാക്കി എടുക്കുവാണ്. അപ്പോൾ നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെയല്ല ഇത് ഉണ്ടാക്കുന്നത്. ഇതിലോട്ട് നമ്മൾ എല്ലാവിധ സാധനങ്ങളും ചേർക്കുന്നുണ്ട്, പിന്നെ മസാലപ്പൊടികൾ ചേർക്കുന്നില്ല എന്നുള്ളൂ. അപ്പോൾ സവോള അവിടെ വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇത് രണ്ടും കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം ചിക്കന് നന്നായിട്ട് കുക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ചോറ് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ചിക്കനിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കണ്ട. ആദ്യം ഇത് റെഡിയായ ശേഷം 1 കപ്പും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉപ്പ് കുറവായിരുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറേ ഉപ്പൊന്നും ചേർക്കണ്ട, കുറച്ച് മാത്രം മതി. അപ്പോൾ വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവോള ഇപ്പോൾ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുമുണ്ട്. സവോള ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ കേട്ടോ. എന്നിട്ട് മാത്രമേ നമ്മൾ ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ ഞാൻ ഇതിലോട്ട് പച്ചമുളക് ഒരു 2-3 ചേർക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ പച്ചമുളകൊന്നും ചേർക്കാറില്ല. പക്ഷെ ഇതിലോട്ട് നമ്മൾ അങ്ങനത്തെ എല്ലാ സ്പൈസസും എല്ലാതും ചേർക്കുന്നുണ്ട്. ഇനി ഇഞ്ചി, വെളുത്തുള്ളി,
അതുപോലെ വലിയ ജീരകം, ഇത് മൂന്നും കൂടി നല്ലോണം പേസ്റ്റ് ആക്കിയതാണ്. അത് 2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. നമുക്കത് ചിക്കനിലോട്ടും വേണം, അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വയ്ക്കുക. അതൊന്ന് ആ ഒരു പച്ചമണം ഒന്ന് മാറി വന്നാൽ നമ്മൾ ഒരു ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ ഒരു റൈസ് നമുക്ക് ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അതൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിൽ ഞാനിപ്പോൾ ഇതിലോട്ട് 7.5 കപ്പ് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 7.25 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് കറക്റ്റായിട്ട് കാണിക്കുന്നത്. ഒരു 1/4 കപ്പ് ഞാൻ ലാസ്റ്റ് ഈ ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു 1/4 കപ്പ് ഇതിൽ ഒഴിച്ച് വിട്ടുള്ളത്. ഇത് കറക്റ്റ് അളവിൽ വെള്ളം എടുക്കുകയാണെങ്കിൽ നമുക്ക് റൈസ് നല്ല അടിപൊളിയായിട്ട് കുക്കായി കിട്ടും. അതുകൊണ്ടാണ് കറക്റ്റ് അളവ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് അടച്ച് വയ്ക്കാം. അത് വെള്ളം തിളയ്ക്കട്ടെ. അതുപോലെ ഞാൻ ചിക്കന് ഇത് കുക്കായപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ സ്റ്റോക്ക് വാട്ടർ ഉണ്ടല്ലോ, അത് നമുക്കിവിടെ മാറ്റി വയ്ക്കുക. അതിൻ്റെ കറക്റ്റ് കണക്ക് വേണമെന്നൊന്നുമില്ല, അത് മാറ്റി വയ്ക്കുക. അതുപോലെ ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലോട്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ മസാല തേച്ചില്ലേ, അത് നേരെ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ ചിക്കനകത്തൊന്നും മസാല പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ചിക്കൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ചിക്കൻ വേവിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളവും കിട്ടും, അതുപോലെ ചിക്കൻ നന്നായിട്ട് കുക്കായും കിട്ടും. ഇനി ഈ എണ്ണയിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, പുതിനയില, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ചിക്കനാണ് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ, ഒരുപാട് എണ്ണ ഒഴിക്കരുത്. ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സൈഡിലും നന്നായിട്ടൊരു നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. പക്ഷേ അകത്തൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാകും. ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ചിക്കന്. അപ്പം വെള്ളം ഇവിടെ ചോറിൻ്റെ ഉള്ള വെള്ളം വെട്ടി തിളയ്ക്കുന്നുണ്ട്. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതൊരു 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട, 1 ടീസ്പൂണൊക്കെ മതി. ഇനി നമ്മൾക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി നേരിട്ട് വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുക്കാണ്ട് ഇതുപോലെ അരിപ്പയിലൂടെ വേണം ചേർത്ത് കൊടുക്കാൻ. ഒട്ടും തന്നെ വെള്ളം കൂടി പോകരുത് കേട്ടോ അതിലോട്ട്. അപ്പോൾ അരി ഞാൻ 5 കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. എന്നിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിയിലെ പശ പോയിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നത്. നമ്മൾ വറുത്തിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ, അരി വറുത്ത ശേഷം ഉണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ വറുക്കാണ്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയില, പുതിനയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കി എടുക്കുക. നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അതുപോലെ നമ്മുടെ ചിക്കൻ ഇത് അവിടെ ഫ്രൈ ആയിട്ടുണ്ട്. 2 വശവും നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾ ഒരുപാട് എണ്ണ എടുക്കരുത്. കുറച്ച് എണ്ണയിൽ വേണം ഫ്രൈ ആക്കി എടുക്കാൻ. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ചെയ്യും. കാരണം അത് ഓൾറെഡി കുക്കായിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലോട്ട് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിനി മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റെപ്സൊക്കെ കാണുമ്പോൾ കുറേ പണിയുള്ള പോലെയൊക്കെ തോന്നും. അത് നമ്മൾ കാണുന്ന പോലെയല്ല, ചെയ്തെടുക്കുമ്പം ഈസി ആകും. ഇനി ഞാനിപ്പോൾ ഇവിടെ ഒരു 3 സവോള, അല്ലെങ്കിൽ നിങ്ങൾക്ക് 4 സവോള എടുക്കാം. ഞാൻ 3 വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ നമ്മുടെ ചോറ് ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വന്ന് കുറച്ചൊക്കെ ഒന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലോട്ട് ഒരു 1/4 കപ്പും കൂടി വെള്ളം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 7.5 കപ്പ് വേണമായിരുന്നു 5 കപ്പ് അരിക്ക്. അതിൽ ഞാൻ 7.25 കപ്പ് ഒഴിച്ചിട്ടുള്ളൂ. ഒരു 1/4 കപ്പും കൂടി ഒഴിക്കാനുണ്ട്. അത് ഈ ഒരു സ്റ്റേജിൽ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കണം. ആ 1/4 കപ്പ് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് മറന്നു പോകണ്ട കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോറിന് ആ ചിക്കൻ്റെ ഒരു നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. ഈ ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുത്താൽ. ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട, 1/4 കപ്പ് മാത്രം മതി. ഇനി നമ്മൾ നെയ്ച്ചോറ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ വെള്ളം വറ്റുന്നവരെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക്, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, അത് 3ഉം കൂടി പേസ്റ്റ് ആക്കിയത് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകട്ടെ.
അപ്പോൾ വീണ്ടും നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ മുകളിൽ കുറച്ച് ഫ്രൈഡ് ഓണിയനും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചുള്ള ഫ്രൈഡ് ഓണിയനും അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില, പുതിനയില ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. അത് അടച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവോള അതും വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മസാല അത് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും വഴറ്റിയെടുക്കുക. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വരരുത് കേട്ടോ നിങ്ങൾ. അപ്പം ഇപ്പോൾ തക്കാളി ചേർക്കുന്നത് നമ്മുടെ ചിക്കൻ്റെ മസാലയിലോട്ടാണ്. അപ്പോൾ തക്കാളി ചേർത്ത പടരം ഞാനിപ്പം 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് നിറയെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ബിരിയാണിയിലോട്ട് നമ്മൾ തൈര് ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തക്കാളി നല്ല പുളിയുള്ള തക്കാളി എടുക്കാം. ഞാൻ 3 വലിയ സവോളയിലായിട്ട് 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതൊരു ഡ്രൈ ആയിട്ട് പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഈ ചിക്കൻ സ്റ്റോക്ക് വാട്ടർ ഉണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നോട്ടെ. അതുപോലെ ചോറ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം ഒന്ന് അടച്ച് വെക്കരുത്. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. എല്ലാം കൂടി ഒന്ന് കമ്പൈനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല കറക്റ്റാണ്. പിന്നെ അതുപോലെ നമ്മൾ ഇതിലോട്ട് ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടർ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു മണം, നല്ല ചോറ് കഴിക്കുമ്പം ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറൊക്കെ വരുന്നുണ്ട് നല്ലോണം. അപ്പം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിതുപോലെ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവോളയും തക്കാളിയും അതുപോലെ മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് നല്ലോണം കുക്കാവണം കേട്ടോ. നല്ലോണം സോഫ്റ്റായിട്ട് നല്ലോണം ഉടഞ്ഞ് വരണം. എന്നിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മസാല നല്ലോണം കുക്കായിട്ട് നല്ലോണം ഡ്രൈ ആയിട്ട് വന്നാൽ അത്രയും പെർഫെക്റ്റ് ആണ് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചിക്കന് വേവിച്ചപ്പോൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വാട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം തിളക്കട്ടെ. അതിനുശേഷം മാത്രം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. നല്ലോണം തിളക്കട്ടെ. ഈ എണ്ണ അങ്ങനെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വരും. ആ ഒരു സ്റ്റേജിൽ മാത്രമേ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാവൂ. കാരണം ഇത് ഓൾറെഡി കുക്കായിട്ടുള്ള ചിക്കനാണ്. ഇനി ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഈ ഒരു മസാലയിൽ ഈ ചിക്കൻ നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ ചിക്കനിൽ നന്നായിട്ട് ഈ മസാല പിടിക്കുന്ന പരുവത്തിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ബിരിയാണി ദമ്മിടുന്നതിന് പകരം നമുക്ക് ചിക്കൻ്റെ ഈ ഒരു ഗ്രേവി ഒന്ന് ദമ്മിടാം. മല്ലിയില, പുതിനയില ഒക്കെ ചേർത്തിട്ട് ഒന്ന് ദമ്മിട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു ഗ്രേവി നല്ലോണം തിക്കായിട്ട് വരണം. ചെറിയ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മുടെ ഗ്രേവി വല്ലാണ്ട് തിക്കായിട്ട് കിട്ടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇതുപോലെ അടച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ എണ്ണ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ് വന്ന പോലെ കാണാം. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ഗ്രേവി വേണ്ടത്. വല്ലാണ്ട് ലൂസായിട്ട് പാടില്ല, എന്നാൽ വല്ലാണ്ട് കട്ടിയിലും പാടില്ല. കുറച്ച് ഗ്രേവി വേണം, പക്ഷേ ഭയങ്കരമായിട്ട് ലൂസാവരുത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ല കറക്റ്റ് പാകമാണ്. ഇനി ഈ ഒരു സ്റ്റേജിൽ നമുക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കിട്ടും ഈ ഒരു ഗ്രേവിക്ക്. അതിന് കൂടാണ്ട് നല്ലൊരു ഗ്ലോസി പോലെ തോന്നും ആ ഒരു ഗ്രേവി. നല്ലൊരു കണ്ടോ, ആ ഒരു നെയ്യ് ചേർത്ത ശേഷം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഗ്ലോസി ടെക്സ്ചർ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മാത്രം മതി. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഗ്രേവി മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ചോറും റെഡിയായി, അതുപോലെ ചിക്കൻ ഗ്രേവിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യേണ്ട. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതൊരു നമ്മുടെ നാടൻ സ്റ്റൈലിലൊന്ന് സെർവ് ചെയ്യുകയാണ്. കുറച്ച് ഫ്രൈഡ് ഓണിയനും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒരു ബൗളിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ റൈസ് ഇട്ടിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ സെർവ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ മാഞ്ഞാലി ബിരിയാണി എന്ന് പറയുമ്പം ഇതുപോലെ റൈസ് വേറെയും അതുപോലെ ചിക്കൻ ഗ്രേവി വേറെയും വെച്ചിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ചിലർക്ക് കൂടുതൽ മസാല ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെ വരുന്നവരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ നല്ലതാണ്. പിന്നെ റൈസ് ആണെങ്കിൽ ഒറ്റയ്ക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നെയ്ച്ചോറിൻ്റെ ലുക്ക് ഉണ്ടെങ്കിലും ടേസ്റ്റിൽ ഭയങ്കര ഫ്ലേവർഫുള്ളാണ്. ഇപ്പം ഞാൻ തന്നെ ഒരുപാട് ബിരിയാണി റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ബിരിയാണിക്കും ഓരോ കഥയുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. സാധനങ്ങളൊക്കെ ചേരുവകളൊക്കെ ചിലപ്പം ഒരേ ചേരുവകളെ തന്നെ ആയിരിക്കും ചേർക്കുന്നത്, പക്ഷേ അതുണ്ടാക്കുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ. ഇതിൽ തന്നെ നമ്മൾ ചിക്കന് ആദ്യം കുക്ക് ചെയ്തു, പിന്നെ ഫ്രൈ ചെയ്തു, പിന്നെ ആ സ്റ്റോക്ക് വാട്ടർ എടുത്തിട്ട് നമ്മൾ റൈസിലോട്ട് ഒഴിച്ചു. ഇതെല്ലാം ഈ ഒരു ബിരിയാണിക്ക് വ്യത്യസ്തമാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റിലും വ്യത്യസ്തമാവുന്നുണ്ട്. അപ്പോൾ ഓരോ ബിരിയാണിക്കും ഓരോ ടേസ്റ്റ് തന്നെയാണ്. അത് നമ്മൾ ഉണ്ടാക്കി നോക്കിയാലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു മാഞ്ഞാലി ബിരിയാണി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അടിപൊളി ബിരിയാണിയാണ്, ട്രൈ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.